നമ്മൾ ഏതൊരു വിഷയത്തെയും ആഗോളമായും കേരളീയമായും പരിശോധിച്ചാൽ വ്യത്യാസം ഉണ്ടാവും. ആഗോള മുസ്ലിങ്ങൾ, കേരളീയ മുസ്ലിങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ആഗോള സലഫികൾ, കേരളീയ സലഫികൾ വ്യത്യാസമുണ്ട്. ആഗോള സലഫികൾ മദ്ഹബിനെ അംഗീകരിക്കണവരാണ്, കേരളീയ സലഫികൾ മദ്ഹബിനെ അംഗീകരിക്കൂല. ആഗോള തബ്ലീഗിസം, കേരളീയ തബ്ലീഗിസം വ്യത്യാസം ഉണ്ടാവും. എന്നതുപോലെ ആഗോള സുന്നിസവും കേരളീയ സുന്നിസവും വ്യത്യാസമുണ്ട്. ആഗോള സുന്നിസം എന്ന് പറയുന്നത് പല ആളുകളെയും പിടികൂടിയ ഒരു അസുഖമാണ്. അതിൽ ജൂതന്മാർ, ക്രിസ്ത്യാനികൾ വരെ അറിഞ്ഞോ അറിയാതെയോ കടന്നു വരികയാണ്. കേരളീയ സുന്നിസം എന്ന് പറയുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ. അതിനെയാണ് ഇസ്ലാമിന്റെ തനതായ രൂപം എന്ന് പറഞ്ഞു വരുന്ന മഹത്തായ ഒരാശയം. അതില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ പ്രാധാന്യമായിരിക്കും. ഇപ്പോ നമ്മളെ നാട്ടില്, നമ്മളെ മുസ്ലിം മഹല്ലുകളിലൊക്കെ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുക റബീഉൽ അവ്വൽ 12-നാണ്. റബീഉൽ അവ്വൽ 12 എന്ന് പറഞ്ഞത് ഉദാഹരണമാണ്. അന്ന് സ്കൂളിലെ ദിവസമാണെങ്കിൽ 13-നും ആവാം. എന്തായാലും നബിദിനാഘോഷത്തിനാണ് ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുക. പഴയ കാലത്ത് ആൾക്കാരനെ അങ്ങനെയാണ് ശീലിപ്പിച്ചത്. ഇനിയിപ്പോ ഈ ദുൽഹിജ്ജ മാസം കഴിഞ്ഞാൽ മുഹറം മാസമാണ്. മുഹറം മാസം 10 കഴിഞ്ഞാല് നബിദിന പരിപാടിക്ക് വേണ്ടി ഉസ്താദുമാര് കുട്ടികൾക്ക് പാട്ടും പ്രസംഗവും കഥാപ്രസംഗവും ഒക്കെ കൊടുക്കൽ തുടങ്ങും. അതേ സമയത്ത് തന്നെ മുഹമ്മദ് അദ്ദേഹം സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എന്ന പ്രഭാഷണവും ആരംഭിക്കും. കേരളീയ സുന്നികൾക്കുള്ള വലിയൊരു പ്രത്യേകത മുഹമ്മദ് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടങ്ങാത്ത താല്പര്യമാണ്. എന്നാ അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു മലയാളി അല്ലല്ലോ. ഷറഫുൽ അനാം മൗലിദിന്റെ രചയിതാവ് മലയാളി അല്ലല്ലോ. അപ്പൊ അങ്ങനെ അത് കേരളത്തിൽ മാത്രമുള്ളതാന്ന് പറയും ചെയ്യരുത്, വിചാരിക്കുകയും ചെയ്യരുത്. അതേ സമയത്ത് നമ്മുടെ ലോക ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ലോകതലത്തിൽ ഇസ്ലാമിന്റെ തനതായ രൂപത്തെ നിലനിർത്തിയിട്ടുള്ളത് 2 തരത്തിലാണ്. ഒന്ന്, അള്ളാഹുവിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള ഇൽമു കൊടുത്തുകൊണ്ട് ആളുകളുടെ ഈമാൻ സംരക്ഷിച്ച് നിർത്തുന്ന രീതി ലോകാടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഗൗസുൽ ആസം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാൻ അവറുകളൊക്കെ സ്വീകരിച്ച നിലപാട് അതായിരുന്നു. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടത്തെ വളർത്തി ഈമാൻ സംരക്ഷിച്ച് നിർത്തിയിരുന്ന രീതിയുണ്ട്. സയ്യിദുന അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ രീതി അങ്ങനെയായിരുന്നു. ഒന്നിനെ നമുക്ക് സൗകര്യത്തിന് വേണ്ടി മഹബത്തിന്റെ വഴിയെന്നും ഒന്നിനെ ഇഷ്കിന്റെ വഴിയെന്നും പറയാം. സൗകര്യത്തിന് വേണ്ടി പറയാണ് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. സൗകര്യത്തിന് വേണ്ടി ഒന്നിനെ മഹബത്തിന്റെ വഴി എന്ന് പറയാം, അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന വഴി. മറ്റൊന്ന് ഇഷ്കിന്റെ വഴി, മുത്തുനബിനെ പരിചയപ്പെടുത്തുന്ന വഴി. 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഒരു മോലിയര് അള്ളാഹിനെ പറ്റി വയറിഞ്ഞു എന്ന് വിചാരിക്കുക. വയറ് കഴിഞ്ഞു പോകുമ്പോ എന്തൊക്കെ മൂപ്പര് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇന്നതൊക്കെ പറഞ്ഞു എന്ന് പറയാൻ കിട്ടും. അതേ സമയത്ത് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇഷ്ക് വയറ് പറഞ്ഞു ഒരു മോലിയര് എന്ന് വിചാരിക്കുക. വയറ് കഴിഞ്ഞു പോകുമ്പോ എന്തൊക്കെ മൂപ്പര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ നല്ല ആളുണ്ടായിരുന്നു എന്ന് പറയും. എന്നിട്ട് എന്തേ മൂപ്പര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ വണ്ടികൾ ഇങ്ങോട്ട് വന്ന് ബ്ലോക്കായിട്ടേ എന്ന് പറയും. എന്നിട്ട് എന്തേ മൂപ്പര് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ആലോചിച്ചുണ്ടാക്കിയ അവസാനം ഒരു ഫാത്തിമാബീന്റെ കഥ ബാക്കി കിട്ടും. അങ്ങനെയാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇഷ്ക് ഒരു അനുഭവമാണ്, അതേ സമയത്ത് മഹബത്ത് ആഴത്തിലുള്ളൊരു വിജ്ഞാനമാണ്. ഈ 2 വഴിയിലും ലോകത്ത് ഇസ്ലാമിന്റെ സംരക്ഷണം, സുന്നത്തി ജമാഅത്തിന്റെ സംരക്ഷണം, ഇസ്ലാമിന്റെ യഥാർത്ഥ അഖീദയുടെ സംരക്ഷണം നടന്നിട്ടുണ്ട്. അതില് കേരളീയരായ പഴയകാല ആലിമീങ്ങൾ, പ്രത്യേകിച്ച് മഖ്ദൂമുമാർ അനുവർത്തിച്ചിട്ടുള്ള ഒരു രീതി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയും കേൾക്കുകയും അവിടുത്തെ മദ്ഹുകൾ പറയുകയൊക്കെ ചെയ്യുന്നതിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ള രീതിയാണ് സ്വീകരിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളെ മഹല്ലുകളൊക്കെ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത് റബീഉൽ അവ്വൽ 12-ന് അഥവാ നബിദിന പരിപാടിക്കായത്. അതങ്ങനെ തന്നെ നിലനിർത്താൻ കഴിഞ്ഞാലേ കേരളീയ മുസ്ലിങ്ങളുടെ ഈമാൻ സംരക്ഷിച്ച് നിർത്താൻ നമുക്ക് കഴിയുള്ളൂ. ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് ചിലപ്പോൾ വലിയ അബദ്ധം പറ്റും. ധൂർത്തിന് നമ്മളെല്ലാവരും എതിരാണ്. പക്ഷെ ധൂർത്തിന് നമ്മൾ എതിർത്ത് അവസാനം മോന്റെ കല്യാണം ബിസ്ക്കറ്റും ചായ ആക്കാൻ പാടില്ല. അത് പിടിച്ചെടുത്തുന്നവർക്ക് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക തന്നെ വേണം. കൂടുതൽ ഉണ്ടാക്കിയിട്ട് തോട്ടിക്ക് കൊണ്ടിടാൻ പറ്റൂല. ആർക്കും ആരാ അഭിപ്രായ വ്യത്യാസം ഉള്ളത്? അതിലാർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ. പക്ഷെ അത് ബിസ്ക്കറ്റും ചായ കാല് മുറിക്കേണ്ടി വരും. അപ്പൊ പറയുമ്പോ തന്നെ
ഒരു സൂക്ഷ്മതയൊക്കെ ആ വിഷയത്തിൽ പാലിക്കുകയാണെങ്കിൽ പിന്നെ കാല് മുറിക്കേണ്ടി വരൂല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ നമ്മളടുത്ത് സംഭവിച്ചു പോണ ഒരുപാട് സംഗതികളുണ്ട്. അപ്പോ നബിദിനാഘോഷം ലോകത്തെ എല്ലായിടത്തും ഉണ്ട്. എന്നാൽ കേരളക്കാർ അതിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. റബീഉൽ അവ്വൽ 12 ആയാല്, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസം പറഞ്ഞാല്, റബീഉൽ അവ്വൽ 30 ദിവസം, റബീഉൽ ആഖിറിലെ 10 ദിവസം, 40 ദിവസം മലബാർ ഏരിയയിലെ മിക്കവാറും പള്ളികളിൽ, ചില സ്ഥലങ്ങളിലൊക്കെ വീടുകളിൽ മൗലിദ് പാരായണം ഉണ്ടാവും. ഈ മൗലിദ് പാരായണം ആരംഭിക്കുന്ന അതേ സമയത്ത് തന്നെ എല്ലാ ഇലക്ട്രിക് പോസ്റ്റും മൗലിദ് ശിർക്ക് തന്നെയാകുന്നു എന്ന പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്യും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മനുഷ്യൻ ആയിക്കിട്ടായിട്ടുള്ള ഇടങ്ങേറ് ചില ആൾക്കാർക്ക്, ഞമ്മക്കാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസാധാരണ മനുഷ്യനാണ് എന്ന ബോധത്തിന്റെ വലുപ്പം. ഇതാണ് സുന്നത്തി ജമാഅത്തിന്റെ അസ്ൽ എന്ന് പറഞ്ഞത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത താല്പര്യം, അത് നമ്മളെ വലിയൊരു പ്രത്യേകതയാണ്. ഇത് നിലനിർത്താൻ കഴിഞ്ഞാലേ ഈമാൻ നിലക്കുള്ളൂ. അബൂജാഹിലിന് എന്താ കുഴപ്പം? ലഅനത്തുല്ലാഹി അലൈഹി. അബൂജാഹിലിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല്, ഞാൻ വന്നാള് കണ്ണൂർ ജില്ലന്റെ സദർമാലിന്യ സംഗമത്തിൽ പ്രസംഗിച്ചപ്പോ എന്റെ ഒരു അനുഭവം പറഞ്ഞു. ഒരു ദിവസം വീട്ടില് ഒരു അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് 3 ആൾക്കാർ വന്നു. ഞങ്ങളെ നാട്ടില് പള്ളിക്ക് അവിടെ ഒരു നസീഹത്തിന് വന്നൊരു 3 ആൾക്കാരാ. വലിയ ഉപ്പായൊക്കെ ഇട്ടിട്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ടുള്ള 3 ആൾക്കാർ. അപ്പൊ അവര് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊരു നസീഹത്ത് പറയാൻ വേണ്ടി വന്നതാണ് പറഞ്ഞു. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ പറഞ്ഞു. ഞാൻ കുപ്പായൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നസീഹത്ത് കേൾക്കാൻ ഇരിക്കും പോലെ അങ്ങനെ ഇരുന്നു. കേൾക്കാൻ ഇരിക്കും പോലെ എന്നല്ല, കേൾക്കാൻ വേണ്ടി ഇരുന്ന തന്നെയാണ്. നസീഹത്ത് ഇപ്പൊ ആര് തരികയാണെങ്കിലും നമുക്ക് കേൾക്കണമല്ലോ. അപ്പൊ അങ്ങനെ ഇരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളിപ്പോ ഒരു ആലിമൊക്കെ ആണല്ലോ, അതുകൊണ്ട് നിങ്ങളെ നസീഹത്ത് ഞങ്ങൾ ഇങ്ങോട്ട് കേൾക്കാൻ വേണ്ടി വന്നതാണ് പറഞ്ഞു. എന്നാ പിന്നെ ആയിക്കോട്ടെ, ഞാൻ അങ്ങോട്ട് നസീഹത്ത് ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ കൊടുത്ത നസീഹത്ത് എന്താ വെച്ചാൽ, മുത്തുനബിനെ നല്ലോണം സ്നേഹിക്കണം എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, അത് ശരി തന്നെയാണ്, വേണ്ട തന്നെയാണ്, നല്ല നസീഹത്തായി, അൽഹംദുലില്ലാ, സന്തോഷം, ഞങ്ങൾ പോട്ടേറണം. എന്നാ സംഗതി ശരിയില്ല എന്നവർക്ക് ഇങ്ങനെ ഒരു തോന്നല്. അപ്പൊ ഞങ്ങൾ പോട്ടേറണം. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പോകാൻ വരട്ടെ, മുത്തുനബിനെ നല്ലോണം സ്നേഹിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വേണ്ട തന്നെയാണ് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, അല്ല ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം ചോദിച്ചു, അമ്പിയാക്കള് തെറ്റ് ചെയ്യുമോന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഇല്ലാതെ ഒരു മനുഷ്യന്മാരനല്ലേ പറഞ്ഞു. ഞമ്മളെ നബിയോന്ന് ചോദിച്ചു. ഞമ്മളെ നബിയും ചെയ്യുമെന്ന് പറഞ്ഞു. ഞങ്ങളതിന്ന് ഒന്ന് പറഞ്ഞാണി പറഞ്ഞു. അപ്പൊ ഒരാൾ ഇങ്ങനെ ഒന്ന് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നിക്കട്ടെ, നിങ്ങൾക്ക് ഒന്ന് എണ്ണാൻ കിട്ടിയല്ലോ, എനിക്കത് എണ്ണാനും കിട്ടൂല, അതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു. നമ്മൾ പോലും തമ്മിലുള്ള ഓല് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അനസീയത്തിന് വന്ന ആൾക്കാരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത് മുത്തുനബിനോട് അടങ്ങാത്ത താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഏറ്റവും, നമ്മളെ ഇബാദത്തുകളുടെ ഒക്കെ അടിസ്ഥാനം അതാണല്ലോ. എല്ലാ ഇബാദത്തുകളുടെയും അടിസ്ഥാനം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള താല്പര്യം എന്നതാണ്. ഇഷ്കിന്റെയും മഹബത്തിന്റെയും ആകത്തുകയാണ് ഇബാദത്ത് പറഞ്ഞത്. ഇഷ്കും മഹബത്തുമുള്ളവന് ഈമാൻ ഭാരമായിരിക്കുകയില്ല എന്നാണ്. ഇഷ്കും മഹബത്തുമുള്ളവന് ഇബാദത്ത് ഭാരമായിരിക്കുകയില്ല എന്നുമാണ്. ഈ ഇബാദത്തുകൾ, ഈ കർമ്മങ്ങൾ ഭാരമാകുന്നത് ഇഷ്ടം കുറയുമ്പോഴാണ്. ഞാനിങ്ങനെ ഈ കോട്ടക്കലിന്റെ അടുത്ത് ചാപ്പനങ്ങാടി നിന്ന് ഉള്ളോട്ട് പോയിട്ട് ഒരു സ്ഥലത്ത് ദർസിലോതി പഠിക്കണ കാലത്ത് വളപുരം, ഞങ്ങളുടെ നാടിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്, വളപുരത്തുകാരനായ ഒരാൾ മദ്രസയിൽ ജോലി ചെയ്തിരുന്നു. അപ്പൊ ഈ വ്യാഴാഴ്ച മദ്രസ വിട്ടിട്ട് നാട്ടിക്ക് പോകും, പിന്നെ വെള്ളിയാഴ്ച രാത്രി മദ്രസ ഉണ്ട്, അതിന് വരിക ചെയ്യാം. ഒരു വ്യാഴാഴ്ച അവിടുത്തെ ഒരു മോലിയര് മദ്രസയെ പഠിപ്പിക്കുന്ന ഒരാള് കല്യാണം കഴിഞ്ഞതിന്റെ 3-ാമത്തെ ആഴ്ച വ്യാഴാഴ്ച പെട്ടെന്നൊരു ഹർത്താൽ ഉണ്ടായി. അപ്പൊ പോകാൻ കഴിയണില്ല. അപ്പൊ മദ്രസ ഇട്ട് വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് മൂപ്പര് പറഞ്ഞു, ഏതായാലും ഒന്നും പോണില്ല, ഹർത്താലല്ലേ പറഞ്ഞു. ലോറൊക്കെ ചോറ് കഴിച്ചു വന്നു, ഏതായാലും ഒന്നും പോണില്ല, ഹർത്താലല്ലേ പറഞ്ഞു. അസർക്കാരൻ കഴിഞ്ഞിട്ട് ചായയും കുടിച്ചു വന്നിട്ട് പറഞ്ഞു, ഇന്ന് ഹർത്താലല്ലേ, പോണില്ല പറഞ്ഞു. മഗ്‌രിബിങ്ങടായപ്പോ അതിന് പോകാതിരിക്കാൻ ഒരു നിർവാഹമില്ല. അതില് പറഞ്ഞു, ഞാൻ പോകുകയാണ് പറഞ്ഞു. അങ്ങനെ പാങ്ങിക്കൂടെ നടന്നു. ചാപ്പനങ്ങാടിയിൽ നിന്ന് ഇങ്ങനെ ഉള്ളിൽ കൂടെ പാങ്ങിക്കൂടെ നടന്നിട്ട് പുഴയൊക്കെ കടന്നിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. അങ്ങനെ പുഴയൊക്കെ കടന്ന് എന്തായാലും രാത്രി ഒരു 12:30-1 മണിയായപ്പോ വ്യാഴാഴ്ച രാത്രി വീട്ടിലെത്തി. വെള്ളിയാഴ്ച ജുമേരിഞ്ഞങ്ങാണ്ട് ഇങ്ങോട്ടും പോന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചോ പറഞ്ഞു, നല്ല റാഹത്തായി എന്ന് പറഞ്ഞു. ഇഷ്കുള്ളവന് ഈ ഭാഗത്ത് പ്രയാസം ഉണ്ടാവില്ല.
നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും എന്ന് പറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇബാദത്ത് ഭാരമല്ലാതിരിക്കുന്നത്. അല്ലാത്ത എല്ലാവർക്കും ഇബാദത്ത് ഭാരവും. ഇബാദത്ത് ഭാരമാവാതിരിക്കണമെങ്കിൽ അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള താല്പര്യം എന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇത് നമ്മളെ മുൻഗാമികളായ ആളുകൾ കാണിച്ചു തന്ന, മറ്റുള്ളവരും നമ്മളും വേർതിരിയുന്ന ധാരാളം വിഷയങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അടങ്ങാത്ത താല്പര്യം. അത് നബി തങ്ങളെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. എനിക്ക് എൻ്റെ കണ്ണിനേക്കാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിനോട് താല്പര്യമുണ്ടെന്നതിൻ്റെ തെളിവ് എൻ്റെ കണ്ണിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ നബി തങ്ങളുടെ കണ്ണിനെ കുറിച്ച് പറയാൻ കഴിയലാണ്. ഞാൻ വിശദീകരിച്ചു തരാം. ഇഷ്ടമുള്ളതിനെ കുറിച്ച് പറയാൻ കഴിയും, അതാണ് തിയറി. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയാം, ചില ആൾക്കാര് അസർ നിസ്കാരം കഴിഞ്ഞിട്ട് പീടിക്ക് ചായ കുടിക്കാൻ വന്നാല് വിഷയം തുടങ്ങനെ ഇന്റെ പേരക്കുട്ടി ഒന്ന് സ്കൂളിട്ടന്നപ്പോ ഇംഗ്ലീഷാണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞങ്ങാണ്ടാണ് തുടങ്ങുക. അതിന്റെ അർത്ഥം എന്താ? പേരക്കുട്ടിനോട് പെരുത്ത് ഇഷ്ടാണ് എന്നാണ്. ഇഷ്ടമുള്ളതിനെ കുറിച്ച് പറയാൻ കഴിയും. ഇതാണ് ഇഷ്ടമുള്ളത്. എനിക്ക് എൻ്റെ കയ്യിനോടുള്ള ഇഷ്ടത്തെക്കാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിനോട് ഇഷ്ടമാണെങ്കിൽ എൻ്റെ കയ്യിനെ കുറിച്ച് പറയാൻ കഴിയുന്നതിനേക്കാൾ മുത്തുനബിയുടെ കയ്യിനെ കുറിച്ച് പറയാൻ കഴിയണം. എന്നാണോ കഴിയ അന്ന് പരിപൂർണമായ മുഅ്മിനായിരിക്കും എന്നല്ലേ നിങ്ങൾക്ക് സർവസ്വത്തെക്കാളും ഞാൻ ഇഷ്ടപ്പെട്ടതാവണം എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. അതാണല്ലോ. നമ്മൾ നല്ലൊരു വീടുണ്ടാക്കിയെന്ന് വിചാരിക്കുക. നല്ലൊരു വീടുണ്ടാക്കി അതിന്റെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് ടൈൽസ് ഒക്കെ ഇട്ട് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് ഫാനൊക്കെ വെച്ച് AC ഒക്കെ വെച്ച് നാളെ രാവിലെ സുബഹിക്ക് ഹൗസ് വാമിംഗ് ആണ്. പ്രധാനപ്പെട്ട ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, തങ്ങന്മാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദന്മാരോട് പള്ളിക്കത്തെ മൗലവിയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. സുബഹിക്ക് എല്ലാവരും വരും. രാത്രി തന്നെ ബിരിയാണി വെക്കാനുള്ള ആള് വന്ന് കോയിനൊക്കെ കട്ട് ചെയ്ത് ഉള്ളിയൊക്കെ നുറുക്കി എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. രാത്രി ഇങ്ങനെ കഴിഞ്ഞ് പ്രധാനപ്പെട്ട ആളുകളൊക്കെ സുഹൃത്തുക്കളൊക്കെ വന്ന് കത്താത്ത ലൈറ്റ് ഏതെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കി ഇല്ല എന്ന് ഉറപ്പുവരുത്തി, ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആക്കി ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോ സങ്കല്പിക്കുക മുത്തുനബി വന്നു എന്ന് വിചാരിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ രാവിലെ ഹൗസ് വാമിംഗ് ആണ്. 1 മണിക്ക് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറഞ്ഞു, സാലിമേ ആ ചാവി ഇങ്ങോട്ട് കാട്ടിക്ക, എനിക്കൊരാവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഉടൻ എടുത്തു കൊടുക്കുമോ? കൊടുക്കുമല്ലോ. നമ്മള് കൊടുക്കുന്ന് പറയണം, കൊടുക്കുമല്ലോ. കാരണം നമ്മളെ വീടിനേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളത് കൊടുക്കുന്ന് പറയണം. എന്നാൽ ഞാൻ ചോദിക്കുന്നത് അതിന്റെ അപ്പുറത്താണ്. അന്റെ അമ്മാനെ എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ കൊണ്ടൈക്കോളി നബിയെന്ന് എന്ന് പറയാൻ തയ്യാറുണ്ടോ? അന്ന് പരിപൂർണമായ മുഅ്മിനാണ്. നിനക്ക് നിന്റെ ഉമ്മയേക്കാൾ ഞാൻ ഇഷ്ടപ്പെട്ടതായിരിക്കണം, നിനക്ക് നിന്റെ ഉപ്പയേക്കാൾ ഞാൻ ഇഷ്ടപ്പെട്ടതായിരിക്കണം. അല്ലെങ്കിലും ഉമ്മാക്ക് ഉമ്മയാവാൻ മാത്രമേ കഴിയുള്ളൂ, വാപ്പാക്ക് വാപ്പയാവാനും മാത്രമേ കഴിയുള്ളൂ. ഏതെങ്കിലും ഒരു മനുഷ്യന് ഉമ്മയും വാപ്പയും ഒരേ സമയത്താകാൻ കഴിയുമെങ്കിൽ അത് മുത്തുനബിക്ക് മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഫാത്തിമ ബിയോ വാപ്പാനെ വാപ്പാന്നല്ല വിളിച്ചത്, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പ മക്കളെ അന്വേഷിക്കുക പാലം കടന്നിട്ടാണ്, സിറാത്ത് പാലം. മക്കൾ മാതാപിതാക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നതിന്റെ ശേഷമാണ്. പാലം കിടക്കുന്നതിന്റെ മുമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യനാണുള്ളത്, അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു. ഒരു സഹാബി മുസ്തഫ നബിനോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, പൊന്നാർ നബിയെ എനിക്ക് മഹ്ശറയിൽ വെച്ച് നിങ്ങളൊന്ന് കാണണം തോന്നിയാൽ ഞാൻ എവിടുക്കാ വരേണ്ടതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നന്മ തിന്മകൾ എഴുതി ഏട് വിതരണം ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ട് കാണാം. ആ സഹാബി വര്യൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാണ് തിരയേണ്ടത്? അപ്പൊ പറഞ്ഞു, അത് തൂക്കണ മീസാൻ എന്ന തുലാസിന്റെ അടുത്തുണ്ടാവും എന്ന് പറഞ്ഞു. ആ സഹാബി ചോദിച്ചു, അവിടെ കണ്ടില്ലെങ്കിൽ എവിടെ നോക്കുക? അതിൽ പറഞ്ഞു, ദാഹജലം മുക്കിക്കൊടുക്കുന്ന ഹൗദുൽ കൗസറിന്റെ സമീപത്ത് വെച്ച് എനിക്ക് നിങ്ങൾക്ക് എന്നെ കാണാം സ്വഹാബ. അള്ളാഹുവിന്റെ റസൂലേ, ഹൗദുൽ കൗസറിന്റെ അടുക്കൽ വെച്ച് നിങ്ങളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? എനിക്ക് മഹ്ശറിൽ വെച്ചുകൊണ്ട് നിങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ല നബിയേ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, സ്വഹാബ സിറാത്ത് പാലം കിടക്കുമ്പോ നിങ്ങൾ എന്നെ കാണാതാണ് പോലാറ്. സിറാത്ത് പാലം എന്ന് പറഞ്ഞത് എല്ലാ അഭിപ്രായ വ്യത്യാസം പരിഗണിച്ച് ചുരുക്കി കൂട്ടിയാൽ 50,000 കൊല്ലാണ്.
സിറാത്തിന്റെ കാര്യത്തിലുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസവും പരിഗണിച്ച് ഏറ്റവും ചുരുക്കി കൂട്ടിയാൽ 50,000 വർഷമാണ്. അരമണിക്കൂർ ഒരു മനുഷ്യനെ കാത്തു നിൽക്കാൻ കഴിയാത്ത ഞമ്മളെ കാത്ത് മുത്തുനബി 50,000 കൊല്ലം നിൽക്കുന്ന സ്ഥലമാണ് സിറാത്ത് പാലം എന്ന് പറഞ്ഞത്. ഓരോ മനുഷ്യനും കടന്നു പോകുമ്പോ അല്ലാഹുമ്മ സല്ലിം സല്ലിം, പടച്ചോനെ ഓനാണ് കഴിച്ചിലായിക്കളാ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തു നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യൻ. അതാണ് അന്ത ഉമ്മുൻ അം അബുൻ മറൈനാ ഫീമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഇത് മനസ്സിലാക്കാൻ കഴിയുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടല്ല നബിയെ എന്നാണ് ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക ഹഷ്കൂ ഫിയാ സയ്യിദി ഖൈറൻ നബി. അതുകൊണ്ട് ഈമാന്റെ അസ്ലി മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജാഹിലിന് എന്തായിരുന്നു പ്രശ്നം എന്നാണ് ഇപ്പൊ അതിന്റെ ഇടയിൽ ഉണ്ടായത്. അബൂജാഹിൽ എന്ന് പറഞ്ഞ ആള്, ഈ അബൂജാഹിൽ വിവരമില്ലാത്ത ആളല്ല കേട്ടോ. പേര് കേട്ടാൽ നമുക്ക് വിവരമില്ലാത്ത ആളാന്ന് തോന്നും. അബൂജാഹിലിന്റെ ഒറിജിനൽ പേര് അതല്ലല്ലോ, അബുൽ ഹക്കം എന്നല്ലേ. വിവരമുള്ള അല്ലെങ്കിൽ ഒരു വിവരമില്ലാത്ത ആളെ പിടിച്ചെങ്ങാണ്ട് ഖുറൈശികൾ പ്രസിഡന്റ് ആക്കുവോ? എന്തിനൊക്കെ ഒരു വിവരം ഉണ്ടാവില്ലേ? വിവരമുണ്ട്, പിന്നെന്തല്ലാത്തത് ബോധമില്ല എന്നുള്ളതാണ്. വിവരം എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, ബോധമാകണം. വിവരം ബോധമാകുന്നതിനാണ് നമ്മൾ നാഫിയായ ഇൽമ് എന്ന് പറയണത്. വിവരമില്ലാത്തതല്ല പ്രശ്നം, ബോധം ഉണ്ടായില്ല എന്നതാണ്. വിവരമൊക്കെ ഉണ്ട്. ഒരു പരിധി വരെ അള്ളാഹു ഏകനാണെന്ന് സമ്മതിക്കാൻ ലഅനത്തുല്ലാഹി അലൈഹിയായ അബൂജാഹിൽ തയ്യാറുമാണ്. അബൂജാഹിൽ കുടുങ്ങുമ്പോ അള്ളാഹിനെ വിളിച്ച് ദോരക്കലുണ്ട്. ബദർ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോ കഅബയുടെ കില്ല പിടിച്ചു ദോരുന്നത് മോയിൻകുട്ടി വൈദ്യരുടെ ബദർ വടപ്പാട്ടിലുണ്ട്. അള്ളാഹിനെ സമ്മതിക്കും, തയ്യാറൊക്കെ ഉണ്ട്. സമ്മതിക്കാൻ തയ്യാറില്ലാത്തത് ഒറ്റ കാര്യമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അമീനാണെന്നതിൽ തർക്കമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീതിമാനാണ് എന്നുള്ളതിൽ അബൂജാഹിലിന് തർക്കമില്ല. ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് വെക്കാൻ ഏറ്റവും യോഗ്യൻ മുഹമ്മദ് നബിയാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പൈസ പാത്തക്കാൻ കൊടുക്കാൻ നല്ലത് മുഹമ്മദിന്റെ അടുത്ത് തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിൽ അബൂജാഹിലിന് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. നാട്ടില് മദ്യം പറയാന് മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഴിച്ച വേറെ ആളുള്ളൂ എന്നുള്ളതിൽ അബൂജാഹിലിന് ഒരു തർക്കമില്ല. പിന്നെ എന്തിനാ തർക്കം? ഈ നാട്ടിൽ ഒരു നബി വരികയാണെങ്കിൽ ബഹുമാനമാക്കപ്പെട്ട ഞാൻ അവറുകളാണ് അതാവേണ്ടിയിരുന്നത്. അതാ യത്തീംകുട്ടി ആയത് ശരിയായില്ല എന്നതാണ് പ്രശ്നം. അതന്നെയാണ് പ്രശ്നം. അതിനുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇതന്നെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമ്മതിക്കാൻ തയ്യാറാതിരിക്കുക. യുക്തിവാദത്തിന്റെ അടിസ്ഥാനം എന്താ? മുഹമ്മദ് നബിനെ സമ്മതിക്കാൻ തയ്യാറില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നിരീശ്വരവാദത്തിന്റെ അടിസ്ഥാനം എന്താ? മുത്തുനബിനെ സമ്മതിക്കാൻ തയ്യാറില്ല. ഖുർആൻ വിമർശിക്കണത് എന്തുകൊണ്ടാ? മുഹമ്മദ് നബിനെ സമ്മതിക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ്. ഖുർആനിനെ വിമർശിക്കുന്നത് ഖുർആനിനോടുള്ള എതിർപ്പ് കൊണ്ടാണെന്ന് വിചാരിക്കണ്ട, മുഹമ്മദ് നബിയോടുള്ള എതിർപ്പ് കൊണ്ടാണ്. ഖുർആനിനെ വിമർശിച്ചപ്പോഴൊന്നും ഖുർആൻ മറുപടി പറയാത്ത അത്ര ഗൗരവത്തിലാണ് മുഹമ്മദ് നബിയെ വിമർശിച്ചപ്പോൾ ഖുർആൻ മറുപടി പറഞ്ഞിട്ടുള്ളത്. ഖുർആനെ പറ്റിയിട്ട് പലതും പറഞ്ഞിരുന്നു ഖുറൈശികള്. അപ്പോഴൊന്നും പരിശുദ്ധ ഖുർആൻ അങ്ങനെ മറുപടി പറഞ്ഞിട്ടില്ല. മുഹമ്മദ് നബിയെ വിമർശിച്ചു. ആ സമയത്ത് ഖുർആൻ വളരെ ഗൗരവത്തിൽ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രത്തോളം സമ്മതിക്കുന്നുണ്ടോ അതാണ് ഈമാൻ. ഈമാൻ കൂടും, ഈമാൻ കുറയും, ഈമാൻ പുതുതാകും, ഈമാൻ പഴയതാകും. അങ്ങനെ പലതും സംഭവിക്കും. അൽ കഹ്ഫുകാരെ പറഞ്ഞോടുത്ത് വസിദിനാഹും ഹുദാ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവർക്ക് നാം ഈമാനിനെ വർദ്ധിപ്പിച്ചു. അപ്പൊ ഈമാൻ കൂടും. കൂടണ ഏത് സാധനവും കുറയും. അപ്പൊ ഈമാൻ കൂടും, ഈമാൻ കുറയും. നമ്മുടെ നാട്ടിലൊരു മരിപ്പുണ്ടായാല് വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞിട്ട് തഹ്ലീൽ ചെല്ലണതിന്റെ മുമ്പ് ഉസ്താദ് പറയും, ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജദ്ദിദു ഈമാനക്കും, നിങ്ങളുടെ ഈമാനെ നിങ്ങൾ പുതിയതാക്കുക. ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്,
പുതുതാകണ എല്ലാ സാധനവും പഴയതാവും. അപ്പോൾ ഈമാൻ പുതുതാകും, ഈമാൻ പഴയതാകും, ഈമാൻ കൂടും, ഈമാൻ കുറയും. ഈമാൻ കൂടുന്നതിനാണ് കാമിലായ ഈമാൻ എന്ന് പറയുന്നത്. ഈമാൻ കുറയുന്നതിനാണ് നാഖിസായ ഈമാൻ എന്ന് പറയുന്നത്. കാമിലായ ഈമാന്റെ ഉദാഹരണങ്ങളാണ് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു. അതിൽ ഒന്നാം സ്ഥാനം സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, രണ്ടാം സ്ഥാനം ഉമർ ബിനുൽ ഖത്താബ്, മൂന്നാം സ്ഥാനം ഉസ്മാൻ ബിൻ അഫ്ഫാൻ, നാലാം സ്ഥാനം അലി ഇബ്നു അബി താലിബ്. നമ്മളും ഷിയാക്കളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഇവിടെയാണ് കിടക്കുന്നത്. ഷിയാക്കൾ പറയണത് ഒന്നാം സ്ഥാനം അലി റളിയല്ലാഹു അൻഹു, രണ്ടാം സ്ഥാനം അബൂബക്കർ സിദ്ദീഖ്, മൂന്നാം സ്ഥാനം ഉമർ ബിൻ ഖത്താബ്, നാലാം സ്ഥാനം ഉസ്മാൻ ബിൻ അഫ്ഫാൻ. നമ്മൾ പറയണത് ഒന്നാം സ്ഥാനം അബൂബക്കർ സിദ്ദീഖ്, രണ്ടാം സ്ഥാനം ഉമർ ബിൻ ഖത്താബ്. അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അലാ തഹ്ഖീഖ് അമീറുൽ മുഅ്മിനീന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അംബിയാക്കൾ കഴിഞ്ഞാൽ മനുഷ്യരിൽ ഒന്നാം സ്ഥാനത്തുള്ള ആൾ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത എന്താ? മുഹമ്മദ് നബിയുടെ പ്രത്യേകത മനസ്സിലാക്കി എന്നതാണ് സിദ്ദീഖുൽ അക്ബറിന്റെ പ്രത്യേകത. ഉംറ കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മറികടക്കാം, ഹജ്ജ് കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മറികടക്കാം, സ്വതക്ക കൊടുത്തിട്ട് സിദ്ദീഖുൽ അക്ബറിനെ മറികടക്കാം. ഈമാൻ കൊണ്ട് മറികടക്കാൻ കഴിയൂല. എന്താ കാരണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത മനസ്സിലാക്കി എന്നതാണ് കാമിലായി. അപ്പൊ ഈമാന്റെ കമാലിയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രത്തോളം കൽബിൽ കൊണ്ടുനടക്കുന്നുണ്ട് അതാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഈമാൻ നുക്സാനിയത്ത്. ഈമാൻ നുക്സാനിയത്തിലേക്ക് പോയാൽ ആദ്യം വരുന്നത് ബിദ്അത്ത്. ഫസ്റ്റ് വരുന്നത് ബിദ്അത്ത്. ആ ബിദ്അത്ത് പിന്നീട് ഇങ്ങനെ ഓരോന്നോരോന്നായി മാറും. യുക്തിവാദമാകും, നിരീശ്വരവാദമാകും, ലിബറലിസവാദം, സർവമത സത്യവാദമാകും, അത് ഷിർക്കാവും, അത് കുഫറാവും, അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് സംഗതി. അപ്പൊ കാമിലായ ഈമാൻ ജനങ്ങൾക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം, നമ്മുടെ ഉമ്മത്തിന് കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മളൊരു മഹലിൽ ജോലി ചെയ്യാണ്, ആ മഹലിലെ നാട്ടുകാർക്ക് കൊടുക്കണം. ഒരു മദ്രസയിൽ ജോലി ചെയ്യാണ്, ഒരു മദ്രസയിൽ ഒരു കുട്ടി ചിലപ്പോൾ 5 കൊല്ലം പഠിക്കും, 7 കൊല്ലം പഠിക്കും, പരമാവധി പോയാൽ 10 കൊല്ലം പഠിക്കും. അപൂർവമായി കുട്ടികൾ 12 വർഷം പഠിക്കും. അതൻ കഴിഞ്ഞു പോയാൽ മരിക്കണത് വരെ ആ കുട്ടിയുടെ ഈമാൻ ഇളകാതിരിക്കണമെങ്കിൽ മുത്തുനബിനെ എത്രത്തോളം ആ കുട്ടിയുടെ കൽബക്ക് കയറ്റി കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ചാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഈമാൻ പോണത് നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ ഘടകങ്ങളാണ്. ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായേക്കാവുന്ന എല്ലാ സംശയങ്ങളും മുഹമ്മദ് നബിനെ കുറിച്ചായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ഓരോ സംശയങ്ങൾ ഉണ്ടാക്കുക. ആയിഷ ബീവിനെ കല്യാണം കഴിച്ചത് പ്രശ്നം, ഖദീജ ബീവിനെ കല്യാണം കഴിച്ചത് പ്രശ്നം, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ 6-ാമത്തെ വയസ്സിൽ നബി തങ്ങൾ കല്യാണം കഴിച്ചു. 9-ാമത്തെ വയസ്സിൽ ഒന്നിച്ച് താമസിച്ചു. 1400 കൊല്ലം കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർക്ക് തോന്നുകയാണ് എന്നാലും ആ പെൺകുട്ടിനെ കല്യാണം കഴിച്ചത് ശരിയായില്ല. ആയിഷ ബീവിക്ക് അങ്ങനെ അഭിപ്രായമില്ല. ഒരു ദിവസം നബിയും ഭാര്യമാരും സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇരിക്കുകയാണ്. ചെറിയൊരു തർക്കം. ചെലവിന് തരുന്ന പൈസ പോരാന്നാണ് തർക്കം. ഇത്രയും തന്നാ പോരാ, കുറച്ചും കൂടി ചെലവിന് തരണം എന്നുള്ളതാണ്. ആ സംസാരം ഇങ്ങനെ മുറുകിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയറി വന്നു. എന്താ നബി ഇവിടെ ഒരു ഒച്ചപ്പാട് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഞാൻ ചെലവിന് കൊടുക്കണത് പോരാന്നാണ് ഓല അഭിപ്രായം എന്ന് പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചെലവിന് കൊടുക്കുന്നത് പോരാന്ന അഭിപ്രായമുള്ളവരൊക്കെ പൊയ്ക്കോട്ടെ, നിങ്ങൾക്കിവിടെ വേറെ കുറെ പെണ്ണുങ്ങളെ കിട്ടാണ്ട് പറഞ്ഞു. ആയിഷ ബീവി ഉടനെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, പോണവരൊക്കെ പൊയ്ക്കോളി, ഞാൻ പോണില്ല പറഞ്ഞു. ആരെ ഈ പ്രശ്നം ഉണ്ടാക്കിയാള്? ആയിഷ ബീവി തന്നെ. ആയിഷ ബീവിക്ക് ചെറിയ പ്രായത്തിൽ നബി തങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ആകെ ഇടങ്ങാറായി എന്ന അഭിപ്രായം ഇല്ലാന്ന്. ഇടങ്ങാറായി എന്ന അഭിപ്രായം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ആയിഷ ബീവിക്കല്ലേ വേണ്ടത്. ആയിഷ ബീവി ബാക്കിയുള്ള ഓരോ ദിവസം കൂടി എനിക്ക് കിട്ടുമെന്നാ നോക്കിയത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ 2368 ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പല ഹദീസും 20 വർഷങ്ങൾക്ക് ശേഷമാണ്. അതായത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 20 വർഷങ്ങൾ കഴിഞ്ഞാണ് പല ഹദീസും റിപ്പോർട്ട് ചെയ്യുന്നത്. ആയിഷ ബീവിയോട് ചോദിച്ചു, എങ്ങനെ നബി തങ്ങളുടെ സ്വഭാവം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കാന ഖുലുഖുഹു അൽ ഖുർആൻ,
ഒരു ഭർത്താവ് മരിച്ചിട്ട് 20 വർഷത്തിന് ശേഷം ഭാര്യയുടെ അഭിപ്രായം എങ്ങനെയായിരിക്കുമെന്ന് നമ്മുടെ നാട്ടിലെ നാടൻ ഉദാഹരണങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അതിലേക്ക് തട്ടിച്ചു നോക്കിയിട്ട് ആയിഷാബിയുടെ ഈ പ്രതികരണം വിലയിരുത്തിയാൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുമ്പോൾ ജീവിച്ചിരിപ്പുള്ള സ്വഭാവത്തിന്റെ 9 സർട്ടിഫിക്കറ്റാണ് 9 ഭാര്യമാർ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ എത്രത്തോളം നമ്മളെ കുട്ടികൾക്ക്, നമ്മളെ നാട്ടുകാർക്ക്, നമ്മളെ മഹല്ലത്തിലുള്ളവർക്ക്, നമ്മുടെ പ്രഭാഷണം കേൾക്കുന്നവർക്ക്, നമ്മുടെ ഖുതുബ കേൾക്കുന്നവർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിനനുസരിച്ചാണ് ഈമാൻ. സംശയങ്ങൾ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ഈയിടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംശയമാണ്, ഒരിക്കൽ ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ നബി തങ്ങൾ ചെന്നു. ഞാനത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ നബി തങ്ങൾ ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ ചെന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ ഈത്തപ്പനത്തോട്ടത്തിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. നബി തങ്ങളെ കണ്ടപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഒരു ആട്ടിടയന്റെ കൂടെ ശയ്യയിൽ കിടക്കാൻ എനിക്ക് താല്പര്യമില്ല. ഈ വിവരമറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൂട്ട് വസ്ത്രം അവൾക്ക് വാങ്ങിക്കൊടുത്ത് വേഗം തിരിച്ചയക്കണമെന്ന് നിർദ്ദേശിച്ചു എന്നാണ്. ഇതിങ്ങനെ കേൾക്കുമ്പോ പടച്ചോനെ, അന്നത്തെ കാലത്തേറ്റ് എന്തേലും ഉണ്ടായോ നാവോ അല്ലാന്ന് തോന്നിയാൽ ഈമാന്റെ അഡ്രസ്സും ഫോൺ നമ്പറും പിൻകോഡും അപ്പൊ പോകും. മറുപടി പിന്നെ അടുത്ത ട്രെയിനിന് ടിക്കറ്റ് എടുത്ത് വരികയുള്ളൂ. അപ്പൊ അതിന് ഈമാൻ പോയിട്ടുണ്ടാവും. ലവലേശം സംശയം മുഹമ്മദ് നബിയിൽ വന്നാൽ ഉടനെ ഈമാൻ പോയിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇന്റെ നബിന്റെ അടുന്ന് അങ്ങനൊന്നും ഉണ്ടാവൂല എന്ന് പറയണ കൽബ് നമ്മളെ നാട്ടുകാർക്കും നമ്മളെ കുട്ടികൾക്കും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് ഈമാൻ. ഇന്റെ നബിൻ അവിടെയുള്ള സിദ്ദീഖുൽ അക്ബർ വിജയിച്ചത് റളിയല്ലാഹു അൻഹു മിഅ്റാജിന്റെ രാത്രി 7 ആകാശം കയറി വന്നിട്ട് ഇന്നലെ രാത്രി 7 ആകാശം പോയ അർശും കുർസും ഒക്കെ കണ്ട അള്ളാഹുമായി സംസാരിച്ച് തിരിച്ചു വന്നിക്കാത്ര മുഹമ്മദ് എന്ന് അബൂജഹൽ കളിയാക്കി പറഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബർ ഒരു ചോദ്യം ചോദിച്ചു, ഇതിന്റെ നബി പറഞ്ഞതാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അബൂബക്കർ അത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരാണ് ഈമാൻ പറഞ്ഞ സാധനം. മുഹമ്മദ് നബിയോടുള്ള താല്പര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലു സുന്നത്തി വൽ ജമാഅ മുറുകെ പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറയുന്നത് ഇതാണ്. ഈ സന്ദേശം എത്രത്തോളം നമുക്ക് ആളുകൾക്ക് നൽകാൻ കഴിയുന്നുണ്ടോ അതിനനുസരിച്ച് അവരുടെ ഈമാൻ ശരിയായി നിലനിൽക്കും. അതിൽ നിന്ന് എത്രത്തോളം അകലുന്നുണ്ടോ അതിനനുസരിച്ച് അവർ ഈമാനിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത എന്താണോ അതാണ് ദീനുൽ ഇസ്ലാമിന്റെ പ്രത്യേകത. ഞാൻ തുടങ്ങിയോടത്തേക്ക് മടങ്ങാണ്. എന്ത് വിഷയം നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും ഒരു വിഷയത്തിന്റെ ഫളാഇൽ മനസ്സിലാക്കാൻ അതിന്റെ ആളുകളുടെ ഫളാഇൽ മനസ്സിലാക്കാണ് വേണ്ടത്. ഒരു നാട്ടിന്റെ ഫളീലത്ത് എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ ഒന്നുകിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആൾ, അല്ലെങ്കിൽ നേരത്തെ ജീവിച്ച് മരണപ്പെട്ടു പോയ ആൾ, അവരുടെ ഫളാഇലാണ്. മമ്പർ എന്ന് പറഞ്ഞാല് തിരുരങ്ങാടി പോയതിന്റെ മേലെ കൂടിയ മിനി ബസ് പോണ പാലുണ്ട് എന്നല്ല, മമ്പർത്തെ തങ്ങള് പറഞ്ഞ ഒരാളവിടെ കിടക്കുന്നുണ്ട് എന്നാണ്. മദീന എന്ന് പറഞ്ഞാല് ക്യാൻസറിന് മെഡിസിനായ അജുവ എന്ന് പറഞ്ഞ ഈത്തപ്പഴം ഉണ്ട് എന്നല്ല, മുത്തുനബി എന്ന് പറഞ്ഞ ഒരാളവിടെ വിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏത് ഫളാഇലിന്റെയും പിന്നിൽ ഒരു മനുഷ്യനായിരിക്കും. അങ്ങനെയാണെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഫളാഇൽ എന്താ? അതിന്റെ ആൾക്കാരെ ഫളാഇല് ഒന്ന് ദോരപ്പിക്കായിരുന്നു. ഞമ്മക്ക് എവിടേക്കേലും പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാല് ഞമ്മക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ പറഞ്ഞു കൊടുക്കാണ്ട്. എന്നാൽ സുന്നികളല്ലാത്ത ഒരാളെ അടുത്ത് വന്നിട്ട് ഒരു ജമാഅത്തേറിന്റെ അടുത്ത് വന്നിട്ട് ഒന്ന് ദോരപ്പിക്കാരെന്ന് എടുക്കാൻ പോകാന്ന് വെച്ചാൽ പിന്നെ അത് ജനം ദോരന്നോട് എന്ന് പറയേണ്ടി വരും. അതാ വ്യത്യാസം. ഞമ്മക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ പറഞ്ഞു കൊടുക്കാണ്ട്, ഹയാത്തിലുള്ളതും പറയാണ്ട് അല്ലാത്തതും പറയാണ്ട് എന്നുള്ളതാണ് നമ്മളെ പ്രത്യേകത. 18ാമത്തെ വയസ്സു മുതൽ ജന്മനാട്ടിലെ ഖതീബും ഖാദിയുമായി ഇപ്പോഴും ആ സ്ഥാനം തുടരുന്ന ഒരാൾക്ക്, ഞാൻ പറഞ്ഞ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണേ, 18ാമത്തെ വയസ്സു മുതൽ ജന്മനാട്ടിൽ ഖാദിയും ഖതീബുമായി ഇപ്പോഴും ആ സ്ഥാനം തുടരുന്ന ഒരാൾക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടെന്ന് നിങ്ങളുടെ ഖൽബ് പറയുന്നുവെങ്കിൽ
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയുടെ യോഗ്യത അതാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്ന ആളുകളെ മദ്ഹ് ചെയ്യുന്നത് ശരിയല്ല, എങ്കിലും കാര്യം മനസ്സിലാക്കാൻ ഒന്നോ രണ്ടോ വാക്കൊക്കെ നമുക്ക് പറയേണ്ടി വരും. കഴിഞ്ഞ ഇതേപോലെ തന്നെ സദർ മുഅല്ലിം സംഗമത്തിൽ ഞാൻ പറയണ്ടായി, ഒരു കാലത്ത് മഹാനായ ശംസുൽ ഉലമ റഹിമഹുല്ല ഒരു കാലഘട്ടത്തിന്റെ കുത്തുബാണ്. മഹാനവറുകളെ നേരിട്ടെതിർക്കുകയോ അല്ലെങ്കിൽ എതിർത്തവരുടെ മക്കളോ ഗുരുപരമ്പരയിൽപ്പെട്ടവരോ ആണ് ഇന്ന് സയ്യിദുൽ ഉലമയെ എതിർക്കുന്നത്. ഇത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ കണ്ടെത്താവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒന്നുകിൽ അവർ തന്നെ, അല്ലെങ്കിൽ അവരുടെ പൂർവ്വപിതാക്കളോ അല്ലെങ്കിൽ ഗുരുപരമ്പരയിൽപ്പെട്ടവരോ മഹാനായ ശംസുൽ ഉലമയെ എതിർത്തിട്ടുണ്ടായിരിക്കും. ഇതിനൊക്കെ ചില പ്രത്യേകമായ അസുലുകൾ, അടിസ്ഥാനങ്ങളുണ്ട്. ആ അടിസ്ഥാനങ്ങളെ നമ്മൾ തിരിച്ചറിയണം. എന്തൊരു വിഷയത്തെയും നമ്മൾ വിലയിരുത്തുന്നത് അതിന്റെ ആളുകളെ വിലയിരുത്തിയിട്ടാണ്. എങ്ങനെ ഈ ആൾക്കാരെ വിലയിരുത്തുക? ഒരു മനുഷ്യനെ ജീവിതകാലത്ത് വിലയിരുത്താൻ വളരെ പ്രയാസമാണ്. വിലയിരുത്താൻ കഴിയായൊന്നുമില്ല, പക്ഷെ വളരെ പ്രയാസമാണ്. അതേ സമയത്ത് ഏതൊരു മനുഷ്യനും ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് തീരുമാനിക്കുന്നത് ആ മനുഷ്യന്റെ വഫാത്താണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകി മൺമറഞ്ഞു പോയ മഹത്തുക്കളായ ആളുകളുടെ വഫാത്തിനെ പരിശോധിക്കണം. ഏറ്റവും തൊട്ടടുത്ത് മരണപ്പെട്ട ആള് മുതൽ നേരത്തെ മൺമറഞ്ഞ ആളുകൾ വരെയുള്ള ആളുകളുടെ വഫാത്തിനെ പരിശോധിച്ച്, മരണത്തെ പരിശോധിച്ച് അത് എങ്ങനെയായിരുന്നു എന്നോ. മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റ് അവന്റെ മരണമാണ്. ചില ആൾക്കാർ മരിച്ചാല് മരിച്ചോടത്ത് പോയി വരുമ്പോ നമ്മൾ പറയും, എന്തോ ഒരു നല്ല മനുഷ്യനായിരുന്നു കേട്ടോ, മോത്തക്കാണ് നോക്കിയാൽ മരിച്ചു എന്ന് തോന്നൂല, ചിരിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണെന്നേ തോന്നുള്ളൂ എന്ന്. ജീവിതം ശരിയോ തെറ്റോ എന്നതിന്റെ തെളിവാണ് അതെന്ന് എന്ന ഖുദ്സിയായ ഹദീസിന്റെ തഫ്സീറിൽ കാണും. മുഅ്മിനീങ്ങളായ ആളുകൾ എന്നെ കുറിച്ച് എന്താണ് അഭിപ്രായം പറയുന്നത്, ഞാൻ അങ്ങനെ തന്നെയാണ്. ഒരു മനുഷ്യനെ കുറിച്ച് മുഅ്മിനീങ്ങളൊക്കെ നല്ല മനുഷ്യനാണെന്ന് അഭിപ്രായപ്പെടുകയാണെങ്കിൽ മരണത്തിന് ശേഷം അള്ളാഹുവിന്റെ അടുക്കൽ അവൻ നല്ലവനാണ് എന്നതിന് വേറൊരു തെളിവ് ആവശ്യമില്ല എന്നാണ്. അത് ഹുസ്നുൽ ഖാത്തിമ കൊണ്ടാണ് തീരുമാനിക്കുന്നത്. എന്താ ഈ ഹുസ്നുൽ ഖാത്തിമ പറഞ്ഞാല്? ഹുസ്നുൽ ഖാത്തിമ എന്ന് പറഞ്ഞാൽ മരണം വർണ്ണിക്കാൻ കഴിയുന്ന തരത്തിലാകുന്നതിനാണ് ഹുസ്നുൽ ഖാത്തിമ എന്ന് പറയുന്നത്. വാപ്പ മരിച്ചു. വാപ്പ മരിച്ചിട്ട് ചെന്നപ്പോ ചോദിച്ചു മോനോട്, എന്തേന്ന് വാപ്പർക്ക് അസുഖം? അതിൽ പറഞ്ഞു കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ച രാവിലെ മരിച്ചവർക്കൊരു യാസീൻ ഓതി ദ്വാരക്കൽ പതിവുണ്ട്. ഈ വെള്ളിയാഴ്ച രാവിലെ മഗ്‌രിബിന്റെ ശേഷം മരിച്ചവർക്ക് യാസീൻ ഓതി ദ്വാരുന്ന ഒരു ഹദീസ് മങ്കൂസ് മൗലൂദ് ഓതി ഇശ നിസ്കരിച്ച് ഭക്ഷണം കഴിച്ചിട്ട് മൂത്രമൊഴിച്ച് ഒതുണ്ടാക്കി കിടക്കാൻ പോയോടത്തുനിന്ന് കുട്ടികളെ എനിക്ക് നെഞ്ഞത്ത് കൂടി ഒരു വേദന എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടിച്ചെന്ന് കട്ടിലുമൊക്കെ എടുത്തിർത്തിയപ്പോ സംസം വെള്ളം വേണമെന്ന് പറഞ്ഞു. 3 ഇറക്ക് സംസം വെള്ളം കുടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വാപ്പ ഉറക്ക 3 വട്ടം പറഞ്ഞ് പിന്നൊരു വലിച്ച് പിന്നെ വാപ്പ മുണ്ടിയിലാന്ന് പറയുമ്പോ പറയണത് മരിച്ചു എന്നാണെങ്കിലും പറയാനും കേൾക്കാനും ഒരു ചൊറുക്കുണ്ട്. അതിന്റെ പേരാണ് ഹുസ്നുൽ ഖാത്തിമ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകിയിട്ട് മൺമറഞ്ഞു പോയ മുഴുവൻ ആളുകളുടെയും വഫാത്തിന്റെ താരീഖ് എടുത്ത് പരിശോധിച്ചാൽ ഈ സംഗതി നമുക്ക് കാണാൻ കഴിയും. അതന്നെയാണ് സമസ്തയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. അതുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞ് ഞാൻ എൻ്റെ വിഷയം അവസാനിപ്പിക്കുകയാണ്. സമസ്തക്ക് ഖിദ്മത്തെടുത്താൽ എന്താണ് നേട്ടം എന്നതിന്റെ ഉത്തരം നല്ല മരണം, ആഖിബത്ത് നന്നാവുക എന്നതാണ്. കാരണം ആഖിബത്ത് നന്നായവരാണ് അതിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. അല്ലെങ്കിലും ഈ പരിപാടി ആഖിബത്ത് നന്നാകാനുള്ള പരിപാടി ആണല്ലോ. ഞാൻ പല സ്ഥലത്തും മജ്‌ലിസുൻ നൂറിന്റെ വാർഷികത്തിന് ചെല്ലലുണ്ട്. നമ്മൾ ഉസ്താദന്മാരായതുകൊണ്ട് പറയാം. മജ്‌ലിസുൻ നൂറിന്റെ വാർഷികത്തിന് എന്നാൽ കുറെ ദോരക്കാനുള്ള എഴുത്തുണ്ടാവും. SKSF ആലപ്പുറം ജില്ലാ വർക്കിംഗ് സെക്രട്ടറി മുഹമ്മദ് ജുനൈദ് മന്നാനിയുടെ ഉമ്മ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ് ദുആ ചെയ്യുക. അള്ളാഹു അവർക്ക് പരിപൂർണമായ ശിഫയും ആഫിയത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെയും നമ്മുടെയും ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങളെയും അള്ളാഹു ശിഫയാക്കി തരട്ടെ. അപ്പോ ഇങ്ങനെ കുറെ ലിസ്റ്റുകൾ മജ്‌ലിസുൻ നൂറിന് എന്നാൽ കാലിന്റെ മുട്ടിന്റെ വേദന മാറാന്, കാലിന്റെ തള്ളാമലിന് നഖം പോകുന്നത് ശരിയാകാന്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഹൈദർ അലി ശിഹാബ് തങ്ങൾ പാപ്പ പറഞ്ഞിട്ടുള്ള നമ്മള് മജ്‌ലിസുൻ നൂർ ചെല്ലണത് കാലിന്റെ തള്ളാമ്പലിന്റെ നഖം പോകുന്നത് ശരിയാകാനായിരുന്നു.
ഹൈദരലി ശിഹാബ് തങ്ങൾ ബാബ മജ്‌ലിസിലെല്ലാം ഹൈദരലി ശിഹാബ് തങ്ങൾ ബാബ മജ്‌ലിസിനൂറി എല്ലാം പറഞ്ഞത് എന്തിനാ? ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലൈനവനാട്ടുവാൻ ബദിരിങ്ങളാൽ തുണറബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സമസ്തന്റെ ഖിദ്മത്ത് എന്ന് പറഞ്ഞത് ഒന്നും കിട്ടാനല്ല, ആക്ബത്ത് നേരാവാനാ. നമ്മളത് മാത്രമല്ല, കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാവരുടെയും ആ നീയത്തോടുകൂടി നമ്മളെല്ലാവരും സമസ്ത ഖിദ്മത്ത് എടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ, നമ്മളെല്ലാ മുറാദുകളെയും അവൻ ഹാസിലാക്കി തരട്ടെ. സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ചേർക്കട്ടെ. കാമിലായ ഈമാനിനെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. മാലിലും ഔലാദിലും അസ്വാജിലും ബുയൂത്തിലും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ഇൽമിലും ആയുസ്സിലും അള്ളാഹു നമുക്ക് ബറക്കത്ത് നൽകട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.